അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ ഡ്രസ് ഹോളാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതും മീഷോ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡ്രസ്സുകളാണ്. നമുക്ക് ഈദ് അടുത്ത് വരികയാണല്ലോ, നമ്മുടെ വലിയ പെരുന്നാളൊക്കെ അടുത്ത് വരികയാണ്. അത് മാത്രമല്ല നമുക്ക് ഇപ്പോൾ ഒരുപാട് കല്യാണം ഒക്കെ ഉള്ള ടൈമാണല്ലോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം പാർട്ടി വെയർ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കാണിക്കാനായിട്ട് പോകുന്നത്. 3 പീസ് സെറ്റാണ് കേട്ടോ കാണിക്കുന്നത്. ടോപ്പ് ബോട്ടം വിത്ത് ദുപ്പട്ട വരുന്ന സെറ്റാണ് കാണിക്കുന്നത്. നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിന് വാങ്ങാൻ പറ്റിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് നോക്കുക. അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക. അത് മാത്രമല്ല നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ എന്തായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ് ടൈം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കാനായിട്ട് പോകുന്നത് ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. ഈ ഒരു പിക്ചറിൽ കണ്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. ഞാൻ ഓരോന്നായിട്ട് ഇത് കാണിച്ചു തരാം. നമുക്കിതിൻ്റെ ടോപ്പ് ആദ്യം നോക്കാം അല്ലേ. ഞാൻ ഈ ഒരു പിക്ചറിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത്. ഈ ഒരു ഗ്രീൻ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് കാണാനായിട്ട്. നല്ല അടിപൊളി വർക്ക്, ഫുൾ വർക്കാണ് കേട്ടോ. നല്ല നമുക്ക് ഹെവി വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൂടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ടാവും. ഇതാ ഇങ്ങനൊരു വർക്കൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഫുള്ളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ വരെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ താഴെ വരെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ് വരുന്നുണ്ട്. സ്ലീവിൻ്റെ എൻഡിങ്ങിലും നമ്മൾ ആ ഒരു ഫുള്ളായിട്ട് കണ്ടിട്ടുള്ള ആ ഒരു വർക്ക് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഒരു അറ്റത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മുത്തിൽ ഇങ്ങനെ ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. ഇതും നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഫ്രണ്ടിൽ ഇതാ വന്നിട്ട് ഇങ്ങനെ ഒരു നെക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ താഴെ വശത്തും ഇതാ ഇങ്ങനെ ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലായിട്ടാണ് ഇങ്ങനെ ഹാങ്ങിങ്ങും അതുപോലെ തന്നെ ഇങ്ങനത്തെ വർക്കും കൊടുത്തിട്ടുള്ളത്. ഫുൾ വർക്കാണ് കേട്ടോ. നല്ല ഹെവി ആയിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. പിന്നെ ഇതാ ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ 2 ടൈറ്റ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്ലിറ്റഡ് വന്നിട്ടുള്ള കുർത്തിയാണ്. നമുക്ക് നല്ല അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ ഡാർക്ക് കളേഴ്സാണ് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കേട്ടോ തോന്നുന്നത്. ഓറഞ്ച്, യെല്ലോ, അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു ഗ്രീന്, അങ്ങനെയൊക്കെ ഒരു കളർ ഷെയ്ഡിലാണ് ഇപ്പം ഞാൻ അധികം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ലാർജാണ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് സിൽക്ക് ബ്ലെൻഡ് പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനൊരു മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പാൻറ്റ് നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത്. എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാൻറ്റാണ് കേട്ടോ. പാൻറ്റിനും ആ ഒരു ടോപ്പിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പാൻറ്റിൻ്റെ അറ്റത്തായിട്ട് ഇതാ ആ ഒരു ടോപ്പിൽ കണ്ടിട്ടുള്ള ആ ഒരു വർക്ക് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടിയിൽ തന്നെ ഇവിടെ ഈ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ മോഡൽ വരുന്നത്. ഒരു പലാസോ എന്ന് പറയാൻ പറ്റില്ല, ഒരു നോർമൽ ലൂസിൽ വന്നിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ദുപ്പട്ടക്ക്. അതുപോലെ തന്നെ ഇതിൻ്റെ 4 സൈഡിലായിട്ട് വന്നിട്ട് നമ്മൾ ആ ഒരു ഡ്രസ്സിൽ കണ്ടിട്ടുള്ള ആ ഒരു സീക്വൻസ് വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷോളിൻ്റെ 2 അറ്റത്തായിട്ട് ആ ഒരു ഹാങ്ങിങ് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. നല്ല രസമുള്ളൊരു കളറാണ് കേട്ടോ. ആ ഒരു പിക്ചറിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ളൊരു ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 1230 രൂപയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു റേറ്റിൽ എന്തുകൊണ്ട് വെർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ്. കാരണം അത്രക്കും ഹെവി വർക്കായിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ കൊടുത്ത റേറ്റിന് എന്തായിട്ടും ഈ ഒരു ഡ്രസ്സ് കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു പിക്ചറിൽ കണ്ടിട്ടുള്ള ഈ ഒരു ഓറഞ്ച് ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ഡാർക്ക് കളറിലുള്ള ഡ്രസ്സുകൾ സെലക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇങ്ങനത്തെ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇട്ടിട്ടാണെങ്കിലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം.
അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. ഇതിൻ്റെ വർക്ക് വന്നിട്ട് ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കേട്ടോ, നല്ല ഒരു ഭംഗിയിൽ വന്നിട്ടുള്ള ഒരു ഹാൻഡ് വർക്കാണ് കേട്ടോ. സിമ്പിൾ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു കളർ ഷെയ്ഡാണെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവാണ് കേട്ടോ വരുന്നത്. സ്ലീവിൻ്റെ എൻഡിങ്ങിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് വർക്കാണ് കൊടുത്തിട്ട്, ഇവിടെ വന്നിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു നോർമൽ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് നെക്ക് പോർഷനിലും അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത്. ഒരു വൈറ്റ് മുത്തിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ബാക്ക് പോർഷനിൽ വന്നിട്ട് വർക്കും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, നോർമലായിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലിറ്റഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇങ്ങനെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഈ മെറ്റീരിയൽ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഇതിങ്ങനെ ഒരു മെറ്റീരിയലാണ്, ഒരു സിൽക്ക് ബ്ലെൻഡ് എന്ന് പറയാം. അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ പാൻറ്റും ദുപ്പട്ടയും നോക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത്. സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു പാൻറ്റാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ഒരു പാൻറ്റിൻ്റെ മെറ്റീരിയൽ ആണെങ്കിലും അടിപൊളി മെറ്റീരിയലാണ്. ആ ഒരു സെയിം ടോപ്പിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ഗുഡ് ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനൊരു മോഡലിലാണ് കേട്ടോ. നമ്മൾ ആ ഒരു സാരി ഒക്കെ ഒരു പട്ട് സാരീൻ്റെ അങ്ങനത്തെ ഒരു മോഡലിലാണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ദുപ്പട്ട എനിക്ക് അത്രയ്ക്ക് കണ്ട് ഇഷ്ടമായിട്ടില്ല. പക്ഷേ ആ ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഇടുമ്പോൾ മാച്ചായി പോകുന്നുണ്ട് കേട്ടോ. എന്തായാലും കുഴപ്പമില്ലാത്തൊരു ദുപ്പട്ടയാണ്. ദുപ്പട്ട എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായിട്ടില്ല. എന്നാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു വർക്കൊക്കെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും കൊടുത്തിട്ടുണ്ട്. ഇട്ടിട്ടുള്ള വീഡിയോ സൈഡിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അറിയുമല്ലോ ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും കമൻറ്റിൽ പറയാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇഷ്ടമായിട്ടില്ലെങ്കിലും എന്തായിട്ടും കമൻറ്റിൽ നിങ്ങൾ പറയാം. ഈ ഒരു ദുപ്പട്ട ഈ ഒരു ഡ്രസ്സിന് സെറ്റ് ആവുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഷാളാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ലാർജ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 952 രൂപയാണ്. ഈ ഒരു റേറ്റിന് എന്തുകൊണ്ട് വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കാരണം ഹാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു റേറ്റിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് വർത്താണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക. അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് തേർഡ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു പിക്ചറിൽ കണ്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. സെയിം ഡ്രസ്സ് തന്നെയാണ് കേട്ടോ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഒരു ഡ്രസ്സാണ്. കളർ നല്ല അടിപൊളി കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു ലാവൻഡർ ഷെയ്ഡിലാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ കളർ ഷെയ്ഡ് എനിക്ക് നല്ലപോലെ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ആ ഒരു പിക്ചറിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം ഡ്രസ്സ് തന്നെയാണ്. ഒരുപാട് വർക്കും കാര്യങ്ങളൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതും ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന് നെക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു വി നെക്കിലാണ് കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ വന്നിട്ട് വർക്കും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സ്ലിറ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ എൻഡിങ്ങിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇതിൻ്റെ ലെങ്ത് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു എന്താ പറയുക, ഒരു സിൽക്ക് ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനെ ഒരു മെറ്റീരിയലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പാൻറ് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത്. എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാൻറ്റിൻ്റെ മോഡൽ വന്നിട്ട് ഒരു സിഗരറ്റ് മോഡൽ ടൈപ്പിലാണ് കേട്ടോ ഈ ഒരു പാൻറ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എൻഡിൽ വന്നിട്ട് പാൻറ്റിൻ്റെ എൻഡിൽ വന്നിട്ട് ഇങ്ങനൊരു കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നോർമലായിട്ടുള്ള ഒരു സിഗരറ്റ് മോഡൽ പാൻറ്റാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് നമ്മൾ ആ ടോപ്പിൽ കണ്ടിട്ടുള്ള സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിനും കൊടുത്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഷോൾ നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത്. ഒരു ഓർഗൻസ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ്. ഇതിൻ്റെ എൻഡിങ്ങിൽ വന്നിട്ട് ഇത് അങ്ങനെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ത്രെഡിൽ വന്നിട്ട് ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഷോള് കാണാനായിട്ട്. ഒരു സിമ്പിളായിട്ടൊരു ഷോളാണ് കേട്ടോ. നമ്മൾ നേരത്തെ കാണിച്ചില്ല ഒരു ഓറഞ്ച് ഡ്രസ്സിലേക്ക് ഇങ്ങനത്തെ ഒരു സിമ്പിൾ ഷോളാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ ഞാൻ സൈഡിൽ കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 923 രൂപയാണ് വരുന്നത്. ഈ ഒരു റേറ്റിന് എന്തുകൊണ്ട് വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള നല്ലൊരു അടിപൊളി കളർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഈ ഒരു പിക്ചറിൽ കാണിച്ചിട്ടുള്ള ആ ഒരു വയലറ്റ് കളറിൽ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ആ ഒരു മോഡലിലാണ് ഡ്രസ്സ് വന്നിട്ടുള്ളത്. ആ ഒരു സെയിം മോഡൽ തന്നെയാണ് കേട്ടോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ഡ്രസ്സ് ചൂസ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെറുതെ കണ്ടപ്പോൾ ഒരു രസം തോന്നിട്ടോ. ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നവരും ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഡ്രസ്സ് ചൂസ് ചെയ്തത്. എനിക്കൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ, കാരണം നല്ല പോലെ സീ ത്രൂ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. പക്ഷേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടുന്നവർക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒന്ന് സെലക്ട് ചെയ്ത് നോക്കിയത്. ഇതിന്റെ മോഡൽ വന്നിട്ട് ആ ഒരു പിക്ചറിൽ കണ്ട പോലെ തന്നെ ഇതിന്റെ ചെസ്റ്റിന്റെ ഈ ഒരു പോർഷനിൽ മാത്രമേ ലൈനിങ് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ താഴേക്ക് സീത്രൂ ആണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ പാൻറ് ഇടുമ്പോൾ ആ ഒരു പാൻറ് എന്തായിട്ട് നമുക്ക് കാണും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിനൊരു ഉള്ളിൽ എന്തെങ്കിലും വെച്ച് അടിച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈനിങ് ഒക്കെ വെച്ച് അടിച്ചിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവും. നമുക്ക് എന്താ പറയുക, നിഴലടിക്കാണ്ട് നമുക്ക് ഇടാനായിട്ട് പറ്റും. പക്ഷെ ഇങ്ങനെ ഒരു മോഡൽ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡ്രസ്സാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. കളറാണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലൈനായിട്ട് ഒരു എന്താ പറയുക സീക്വൻസ് അതുപോലെ തന്നെ ത്രെഡ് വർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫുൾ ലെങ്ത് വരെ വരുന്നുണ്ട്. അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്താ പറയുക നിഴലടിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഞാൻ സൈഡിൽ അതിൻ്റെ വീഡിയോ കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇടൂല. എന്തായാലും നല്ല രസമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. സ്ലീവിൻ്റെ എൻഡിങ്ങിൽ വന്നിട്ട് ഇങ്ങനെ അതേ ഒരു എന്താ പറയുക ഒരു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള ഈ ഒരു ടോപ്പിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇതാണ് കേട്ടോ ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത്. പാൻറ്റും എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് ഒരു പലാസോ മോഡലിൽ വന്നിട്ടുള്ള ഒരു പാൻറ് ആണ് കേട്ടോ. പാൻറ്റിൽ വന്നിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട്, ഫുള്ളായിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സീ ത്രൂ ടൈപ്പ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടോപ്പ് ഇടുമ്പോൾ അതിലേക്ക് എന്തായിട്ട് മാച്ചായി പോകും. പക്ഷെ ആ ഒരു വയറിന്റെ ആ ഒരു ഏരിയയിൽ എന്താ പറയുക ഒരു സീ ത്രൂ ടൈപ്പായിട്ട് നമുക്ക് തോന്നും. അപ്പം ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ വീഡിയോന്റെ ക്ലിപ്പ് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ ഈ ഒരു പാൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അതിന്റെ ഷോള് വന്നിട്ട് ആ ഒരു ജോർജറ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഒരു സെയിം കളർ ഷെയ്ഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത്തും അതുപോലെ തന്നെ വിഡ്ത്തും വന്നിട്ടുള്ള ഒരു ഷാളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ജസ്റ്റ് ആ ഒരു മോഡൽ കണ്ടപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ, ഒന്ന് വാങ്ങി നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇന്ന് കാണിച്ച ഡ്രസ്സിൽ ഏത് ഡ്രസ്സാണ് കൂടുതൽ ഇഷ്ടമായിരുന്നൊക്കെ കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.